ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ ബെറ്റർ ആണ്. അമേരിക്കൻ മാർക്കറ്റുകൾ നല്ല റാലി ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നത് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ചില മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളടക്കം എല്ലാ സ്റ്റോക്കുകളും റാലി ചെയ്തിരിക്കുകയാണ്. Q4 റിസൾട്ടുകൾ ബാങ്കുകളുടെ ഇന്നലെ അനൗൺസ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഗോൾഡ്മാൻ സാക്സ്, അതുപോലെ തന്നെ JP മോർഗൻ, സിറ്റി ഗ്രൂപ്പ്, ഈ ബാങ്കുകളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഉണ്ട്. ഒപ്പം കമോഡിറ്റികളും റാലി ചെയ്തിരിക്കുകയാണ്. ഗോൾഡ് $2,698 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ റാലി ചെയ്തിരിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $85.5 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നൊരു പോസിറ്റീവ് ടെറിട്ടറിയിലാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലും ഹമാസും തമ്മിൽ സീസ് ഫയർ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതും പൊതുവെ ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് പോസിറ്റീവാണ്. ഇനി നമ്മൾ മറ്റൊരു മേജർ ന്യൂസ് എന്ന് പറയുന്നത് ഹിൻഡൻബർഗ് അവരുടെ റിസർച്ച് ഔട്ട്ഫിറ്റ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. 2 വർഷം മുമ്പ് അഡാനിക്കെതിരെ അതുപോലെ തന്നെ മറ്റു പല കോർപ്പറേറ്റുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്ന ഹിൻഡൻബർഗിൻ്റെ റിസർച്ച് ഷട്ട് ഡൗൺ തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇതിനൊരു ഇൻഡിക്കേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സ് എല്ലാം തന്നെ അഡാനിക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോൾ US ഫയൽ ചെയ്തിട്ടുള്ള കേസുകൾ വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഹിൻഡൻബർഗിൻ്റെ ഈ ന്യൂസും വരുന്നത്. അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളെ സംബന്ധിച്ചും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. അതോടൊപ്പം തന്നെ റുപ്പി ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് റീസെൻറ്റ് ലോയിൽ നിന്ന് റിക്കവർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതും പൊതുവെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. ഡിസംബറിലെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റയും വന്നിരുന്നു. തീർച്ചയായിട്ടും അതും പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. ഓവറോൾ ഇന്നത്തെ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. ഒരുപക്ഷെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു പ്രീ ബഡ്ജറ്റ് റാലി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ടെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഇപ്പോഴത്തെ ട്രെൻഡുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ ബഡ്ജറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റിലെ റെയിൽവേസിന് 15-20% വരെ അലോക്കേഷൻ കൂട്ടുന്നതാണ് പറയുന്നത്. 2.65 ലക്ഷം കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ അലോക്കേഷൻ. തീർച്ചയായിട്ടും ഈ വർഷം 3 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലേക്കുള്ള ഒരു അലോക്കേഷൻ വരുന്നതാണ് പറയുന്നത്. മോഡേണൈസേഷൻ അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ട്രെയിനുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ആസാദ് എഞ്ചിനീയറിംഗ് 960 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. GE വെർണോവിൽ നിന്നാണ്. ഇൻ്റർനാഷണൽ ഓർഡറാണ്. ആസാദിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ JP അസോസിയേറ്റ് NIRCലാണ്. നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണ് JPയിലെ ബിഡിങ്ങിൽ മുന്നിട്ട് വെക്കുന്നത്. 12,000 കോടി രൂപയാണ്. ടോട്ടൽ ലയബിലിറ്റി 52,273.79 കോടിയാണ്. ഏറ്റവും കൂടുതൽ ലയബിലിറ്റി ഉള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. 17,500 കോടിയാണ്. ICICI ബാങ്കിന് 10,000 കോടിയുണ്ട്. IDBIക്ക് 8,700 കോടിയൊക്കെ ഉണ്ട്. ഇനി NIRCLിൻ്റെ കയ്യിൽ നിന്ന് ഈ കമ്പനിയുടെ ആക്ടിവിറ്റി ഏതെങ്കിലും കോർപ്പറേറ്റുകൾ ഏറ്റെടുക്കുന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. RVNL 3,622 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. BSNL നിന്നാണ്. RVNLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇൻഡോബൽ ഇൻസുലേഷൻസ് ലിമിറ്റഡ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നൊരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഇൻസുലേഷൻ രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ലോങ് റണ്ണിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ടെമ്പോ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അവർ ഡിഫൻസ് സർവീസിലേക്കും കൂടി കിടക്കുകയാണ്. ഒപ്പം ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് അതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ വെൽസ്പൺ കോർപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. സൗദി അറേബ്യയിൽ ആരാംകോ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി സൗദി അറേബ്യയിൽ തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും ലോഞ്ചിറ്റ്യൂഡിനൽ സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് പൈപ്പുകൾ ഉണ്ടാക്കാനാണ് ഈ രംഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കോർപ്പറേറ്റ് ആണ്. അപ്പോൾ വെൽസ്പൺ കോർപ്പിനെ സംബന്ധിച്ച് ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. കാരണം വലിയ ഡെവലപ്മെൻ്റ് ആണ് സൗദി അറേബ്യയിലൊക്കെ വരാൻ പോകുന്നത്. ലോങ് റണ്ണിൽ വെൽസ്പൺ കോർപ്പ് മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. ഇനി നമ്മൾ IPO നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന NSE SME IPO പറഞ്ഞിരുന്നു. ആ IPO ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കബ്ര ജുവൽസ് ആണ്. ആദ്യത്തെ ദിവസം തന്നെ 10 ടൈംസിലധികം ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇനിയൊരു മെയിൻ ബോർഡ് IPO ഇന്ന് ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് സ്റ്റാലിയൻ ഇന്ത്യ ഫ്ലോറോ കെമിക്കൽസ് ആണ്. 10 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. 90 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 20-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിട്ടുള്ളത്. നല്ലൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും
റെഫ്രിജറൻറ്റ് റിലേറ്റഡ് ഐറ്റംസ് ഒക്കെയാണ് ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ വരുന്നത്. 4 മാനുഫാക്ചറിങ് യൂണിറ്റുകളുള്ള ഒരു കമ്പനിയാണ്. മെയിൻ ബോർഡ് IPO ആണ് സ്റ്റാലിയൻ ഇന്ത്യ ഫ്ലോറോ കെമിക്കൽസ് ലിമിറ്റഡ്. ഈ IPOയിലും അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ന്യൂസുകളും മാർക്കറ്റിന് ഫേവറബിൾ ആണ്. നമ്മൾ ഇനി Q3 റിസൾട്ടുകൾ ഇന്ന് ധാരാളം വരാൻ, ഇന്ന് റിലയൻസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ വന്ന റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് ബെറ്റർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സെൻറ്റിമെൻറ്റും ബെറ്റർ ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്നിരുന്നാലും എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളൊക്കെ കുറേ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ എവരി ഫാളിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ 3-4 ഘട്ടമായിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഡെലിവറി ബേസ്ഡ് വാങ്ങുന്നത് നന്നായിരിക്കും. വളരെ കോഴ്സായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.